നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം കഴിഞ്ഞു. ഒരു ടീമാണ് ഇപ്പോൾ കപ്പടിക്കുള്ളൂല്ലോ. അപ്പോൾ തോറ്റ ടീമിൻ്റെ കോച്ചുമാരൊക്കെ പുറത്താക്കുമോ? അതില്ല, പക്ഷേ ചില കോച്ചുമാർ പോകുന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ദേശീയ ടീമുകളുടെ കോച്ചുമാരുടെ സ്ഥാനചലനം അത് ക്ലബ് ഫുട്ബോൾ പോലെ വളരെ ഫ്രീക്വൻ്റായി നടക്കുന്നതല്ല. പക്ഷേ കളികളുടെ എണ്ണം നോക്കുമ്പോൾ പലപ്പോഴും കുറഞ്ഞ കളികൾ കൊണ്ട് അവരുടെ സ്ഥാനം നഷ്ടപ്പെടാറുണ്ട്. ഈ വേൾഡ് കപ്പിനിടയിൽ തന്നെ നമ്മൾ കണ്ടില്ലേ, ടുണീഷ്യയുടെ കോച്ചിനെ പുറത്താക്കി, എന്നിട്ട് വേറെ കോച്ചിനെ വെച്ച് അവർ അവസാന കളിയൊക്കെ കളിക്കുന്നത്. അപ്പോൾ അതൊക്കെ സംഭവിക്കാം. എന്നാൽ ഹൈ പ്രൊഫൈൽ ടീമുകളുടെ പരിശീലക സ്ഥാനം മാറുന്നു. അതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പം ട്രാൻസ്ഫർ മാർക്കറ്റ് വളരെ സജീവമായിട്ടുള്ള സമയത്ത് മാനേജർ മാർക്കറ്റും അതുപോലെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച. ഇതിൽ ഹൈ പ്രൊഫൈൽ ടീമുകളിൽ ആദ്യം പുതിയ കോച്ചിനെ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുള്ളത് സംശയം വേണ്ട നമ്മുടെ പോർച്ചുഗൽ തന്നെയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീം പോർച്ചുഗൽ. റോബർട്ടോ മാർട്ടിനസ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. പകരം ക്രിസ്ത്യാനോയുടെ വളരെ അടുപ്പക്കാരനും അൽ നസറിൻ്റെ പോയ സീസണിലെ കോച്ചൊക്കെ ആയിരുന്ന ഹോർഗെ ഹീസസിനെ അവർ കോച്ചാക്കി വെച്ചിട്ടുണ്ട്. ബ്രസീലിയൻ ടീമിൻ്റെ കോച്ചാവാൻ വേണ്ടിയിട്ട് ആഞ്ചലോട്ടി വരുന്നതിന് ഒരു ശ്രമമൊക്കെ ഹോർഗെ ഹീസസ് നടത്തിയാണ്, പക്ഷേ നടന്നില്ല. ബ്രസീലിൽ അദ്ദേഹം ഫ്ലെമിംഗോയെ 2019 2020 സീസണുകളിലൊക്കെ പരിശീലിപ്പിച്ചിട്ടുള്ള ആളായിരുന്നു. ഏതായാലും അതിനുശേഷം അദ്ദേഹം അൽ ഹിലാലിൽ പോയി. അതും കഴിഞ്ഞിട്ടിപ്പോൾ അൽ നസറിനെ കോച്ചായി കിരീടമൊക്കെ ചൂടിക്കൊടുത്തിട്ട് ഇപ്പോൾ പോർച്ചുഗലിൻ്റെ കോച്ചായി ഒരു ഒഫീഷ്യൽ പ്രഖ്യാപിച്ചു. അതുപോലെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടുള്ളത് ഉറുഗ്വായിൽ നിന്നാണ്. ഉറുഗ്വായുടെ കോച്ചായിട്ട് മാർസലോ ബിയൽസ ആയിരുന്നു. ടീമിൽ അവസാനം കുറേ അന്തഛിദ്രങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഇപ്പോൾ ഡിയേഗോ ഫോർലാനെ, അവരുടെ ഇതിഹാസ താരത്തെ അവർ കോച്ചായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിന്നെ ഇനി ഉടൻ പ്രഖ്യാപനം വരാനുള്ള 2 പേരുണ്ട്. ഒന്ന് ദിദിയർ ദെഷാമിൻ്റെ പകരം സിനദിൻ സിദാൻ ഫ്രാൻസിൻ്റെ കോച്ചാകുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു കഴിഞ്ഞാണ് അധികം വൈകാതെ പ്രഖ്യാപനം വരും. അതുപോലെ തന്നെ മറ്റൊരാൾ ഹുലിയൻ നെഗൽസ്മന് പകരം യെർഗൻ ക്ലോപ്പ് ജർമ്മനിയുടെ കോച്ചാകും എന്ന കാര്യം കൺഫേംഡ് ആണ്. അത് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോയും അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്നുള്ള മാധ്യമങ്ങൾ ബിൽഡും ഒക്കെ അക്കാര്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ ആ പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇനി മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് പുതിയ കോച്ചിനെ പ്രഖ്യാപിക്കാനിരിക്കുന്നത് നെതർലൻഡ്സാണ്. റൊണാൾഡോ കുമാൻ അവർ സാക്ക് ചെയ്ത് കഴിഞ്ഞു. പകരം ആര് എന്നുള്ള ചോദ്യമുണ്ട്. ലിവർപൂളിൻ്റെ കോച്ചായിരുന്ന ആർനെ സ്ലോട്ട് ഇപ്പോൾ ഫ്രീ ഏജൻ്റായിട്ട് നിൽപ്പാണ്. അദ്ദേഹത്തെ കോച്ചാക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ഇറ്റലിക്ക് ഒരു പുതിയ കോച്ചിനെ വേണം. അതിനു വേണ്ടിയിട്ട് അവർ ശ്രമങ്ങൾ നടത്തുന്നു. ഇപ്പോൾ മാൽദീനിയും ലിനാഡോയും അവരുടെ മാനേജ്മെൻറ്റ് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഒരാൾ അഡ്വൈസറുടെ അഡ്വൈസറായിട്ട് അടുത്ത ആളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവർ പുതിയൊരു കോച്ചിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പെപ്പ് ഗാർഡിയോളയുമായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തേക്ക് വന്നു. പക്ഷേ പെപ്പ് ഫൈനൽ ഒരു യെസ് പറഞ്ഞിട്ടില്ല. മാഞ്ചസ്റ്റർ സിറ്റി വിട്ടിരിക്കുകയാണല്ലോ അദ്ദേഹം. ഇനിയിപ്പോൾ കുറച്ച് സമയം ബ്രേക്ക് എടുക്കണം എന്നുള്ളൊരു താല്പര്യത്തിലാണ് പെപ്പ് എന്നാണ് സൂചനകൾ. അങ്ങനെയെങ്കിൽ പിന്നെ മറ്റൊരു ഓപ്ഷൻ കൂടി അവർ പരിഗണിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ആൻഡ്രിയ പിർലോയുമായിട്ടും അവർ സംസാരിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലൊക്കെ പുതിയ പ്രഖ്യാപനങ്ങൾ വരേണ്ടതുണ്ട്. പിന്നെ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ളത് ഇംഗ്ലണ്ടിൻ്റെയും അർജൻറ്റീനയുടെയും കോച്ചുമാരാണ്. ഇംഗ്ലണ്ടിൻ്റെ കോച്ച് തോമസ് ടൂഷലിനെതിരെ വലിയ രൂപത്തിൽ വിമർശനങ്ങൾ അവരുടെ മുൻ താരങ്ങളടക്കം ഈ സെമി ഫൈനൽ ടാക്ടിക്സുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ടൂഷൽ പുറത്ത് പോവുകയാണെങ്കിൽ പകരം ആരെന്നുള്ള ചോദ്യമുണ്ട്. സ്കലോനിയുടെ കാര്യം അങ്ങനെയല്ല. സ്കലോനി ഡിസംബർ വരെ എന്തായാലും തുടരുന്നു പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു പക്ഷേ പുതിയ കോച്ച് വന്നേക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ഇട്ട് എത്താം.